നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 24 കൃഷ്ണപക്ഷ ദശമിയും ഉത്രാടം നക്ഷത്രവും ഉത്തരായനകാലം വസന്ത ഋതുവിലെ തിങ്കളാഴ്ചയും വരുന്ന ദിവസം, അതായത് കൊല്ലവർഷം 1200 മീനമാസം 10 സൂര്യോദയം 6:30 സൂര്യാസ്തമനം 6:32 PM രാഹുകാലമാകട്ടെ രാവിലെ 8 മണി മുതൽ 9:30 വരെയും ഗുളികകാലം 2:01 മുതൽ 3:31 വരെയും, അതായത് ഗുളികകാലം 2:01 PM മുതൽ 3:31 PM വരെയും യമകണ്ഠകാലം 11:01 AM മുതൽ 12:31 PM വരെയും. ഇനി അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:07 PM മുതൽ 12:29 PM വരെയും 12:33 PM മുതൽ 12:55 PM വരെയും തുടരുന്നു. ഇടവം രാശിക്കാർക്കാണ് ചന്ദ്രാഷ്ടമം. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ ധനുവിലും ചൊവ്വ അതായത് കുജൻ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു അഥവാ വ്യാഴം ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലുമായി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ കർക്കിടകം രാശിയിൽ, ഉദയമാവട്ടെ മീനത്തിൽ തന്നെ. ഇനി നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം, തിങ്കളാഴ്ചയായതുകൊണ്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും പറ്റിയ ദിവസമാണ്. രാവിലെ കുറച്ച് സമയം 8 മണി മുതൽ 9:31 വരെ, അതുപോലെ തന്നെ 11 മണി മുതലുള്ള ആ സമയം ഗുളികകാലവും രാഹുകാലവും യമകണ്ഠകാലവും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സമയവും ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് ഉത്തമമാണ്. എഗ്രിമെൻ്റ് പുതുക്കുന്നതിന്, സ്ഥലത്തിൻ്റെ വാസ്തു നോക്കുന്നതിന്, അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ സൂര്യൻ, കാരണം ഉത്രാടം എന്ന് പറയുമ്പോൾ വളരെ തേജസ്സുള്ള ഒരു ദിവസമാണ്, ധനു രാശിയുമാണ്. ഇനി ഉത്രാടം നിൽക്കുന്നത്, അതായത് ചന്ദ്രൻ നിൽക്കുന്നത് ധനുരാശിയിലാണ്. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമായതുകൊണ്ട് ചന്ദ്ര മൗലീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ഉമേ മഹേശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, വെളുത്ത വസ്ത്രം ധരിക്കുന്നത്, അതായത് മുത്ത് പേള്, അതായത് വെളുത്ത നിറത്തിലോ ഓഫ് വൈറ്റ് നിറത്തിലോ ഉള്ള മുത്ത് ധരിക്കുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ ചെയ്യും. കർക്കിടകൻ രാശിക്കാർക്കും ഇടവൻ രാശിക്കാർക്കും ഈ ദിവസം കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. വൃശ്ചിക രാശിക്കാർക്ക് ചന്ദ്രൻ അവരുടെ നീചരാശിയിലായതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്നത് പോലെ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ ദീർഘ സുമംഗല്യം, അതായത് നെടുമാംഗല്യം നിലനിർത്തുന്നതിനായി തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് വളരെ ഗുണഫലം ചെയ്യുന്നതാണ്. ദശമിയാണ് തിഥി, അപ്പോൾ അതും ആവാം. അതുപോലെ പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം സഫലീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ദുർഗാദേവിയെയും ഉമാമഹേശ്വരന്മാരെയും പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും എല്ലാ നക്ഷത്രക്കാർക്കും, 27 നക്ഷത്രക്കാർക്കും, അതുപോലെ തന്നെ ആ 27 നക്ഷത്രങ്ങൾ ചേർക്കുന്ന 12 രാശിക്കാർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ദിവസഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ്
സജ്ജന ബഹുമാന്യത, ധനധാന്യ ലബ്ധി, വ്യവഹാരാദികളിൽ വിജയം, ഭൂമി ലാഭം, വിവാഹാദി മംഗള കർമ്മസിദ്ധി, അതുപോലെ തന്നെ ഓഹരി വ്യാപാരത്തിൽ വിജയം, വിദേശ യാത്രാ ഗുണം, ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയവും, കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ, അംഗീകാരം, ബഹുമാനം ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ അധിക ചിലവുകളും പെട്ടെന്നുള്ള ഒരു വീഴ്ചയും അല്പം ആരോഗ്യ പ്രശ്നങ്ങളും സ്വന്തം ആൾക്കാരിൽ നിന്ന് തന്നെ അല്പം എതിർപ്പും വരാനുള്ള സാധ്യത ഉണ്ട്. രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ എറണാകുളത്തപ്പനെ, വേറ്റുവാനൂരപ്പനെ അവരവരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹം തേടുന്നത് വളരെ ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ്. ഇടവം രാശി, ഭൂമി ലാഭം, അതായത് ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യം, അതുപോലെ തന്നെ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു കാര്യനിർവഹണം, നൂതന ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് തുടങ്ങാനുള്ളൊരു സമയം, ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് ചെറിയെങ്കിലും ഒരു ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം, ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, വിവാഹത്തിനുള്ള ഒരു തീരുമാനമുണ്ടാവുക, പ്രണയ സാഫല്യം, അതുപോലെ ദാമ്പത്യത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അവരുടെ കലഹമൊക്കെ മാറി ദാമ്പത്യ സൗഖ്യം, സൽസന്താന ലബ്ധി, അതുപോലെ വ്യവഹാരം, അതായത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ബിസിനസ്, അതുപോലെ തന്നെ ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്പ നേട്ടങ്ങൾ, അവരുടെ കർമ്മരംഗത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ബഹുമതികൾ, സജ്ജനങ്ങളുടെ അനുഗ്രഹത്താൽ അവരുടെ ഒരു പ്രശംസയൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതിനെക്കുറിച്ചുള്ളൊരു വിശകലനമൊക്കെ നടത്താനുള്ള സാഹചര്യവും, അത് നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടത്തും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എഴുതിയ പരീക്ഷയിൽ അല്പം ആശങ്കയൊക്കെ ഉണ്ടെങ്കിലും തുടർന്നുള്ള പരീക്ഷകൾ നന്നായി എഴുതുന്നതിനുള്ള ഒരു മുന്നൊരുക്കം നടത്തുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും 24/3/2025. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉമാമഹേശ്വരന്മാരെയും അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാശക്തി ദർശനം നടത്തി ശക്തിക്കൊത്ത വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ചൈതന്യമുള്ളതായി തീരും. മിഥുനക്കൂറ്, സൽകീർത്തിയും ഉന്നത സ്ഥാനമാന ലബ്ധിയും, നല്ല ഉദ്യോഗം, പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം ഗുണമുള്ള ഒരു ഗുണപ്രാപ്തിയുള്ള ഒരു ഉദ്യോഗത്തിലേക്കുള്ള ക്ഷണം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഭൂമി, വാങ്ങിയ ഭൂമിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഒന്നും വേണ്ടെന്ന് അതിലൊക്കെ ഒന്ന് തിരിക്കാനോ, അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനോ എന്തെങ്കിലും ഒന്നും വേണ്ട 10 ചെടികൾ നട്ടുപിടിപ്പിക്കാനെങ്കിലുമുള്ള ഒരു ശ്രമം നടത്തും. കൃഷി, വളരെ ചെറിയ തോതിലെങ്കിലും കൃഷി ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വ്യാപാരം ഉള്ള കുരുമുളകോ അവനവൻ്റെ ആ കൃഷിസ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടാവുന്ന ആ സാധനങ്ങളുടെ ഒരു വിപണനം, ഇപ്പം കുരുമുളകുണ്ടവർ, റബ്ബറുള്ളവർ അവനവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വിക്രയം, ഇപ്പം ചക്ക, മാങ്ങ, കടുമാങ്ങയൊക്കെയുള്ള ഉണ്ണിമാങ്ങയൊക്കെ ചെറിയ രീതിയിലുള്ളത്
കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് കൂടെ കൊടുത്ത് അതിൽ നിന്നൊരു ധനം സമ്പാദിക്കാൻ, വാഴക്കൊലയൊക്കെ ഉള്ളവർ അതിനൊക്കെയുള്ള ഒരു സാധ്യതയും തെളിഞ്ഞ് വരുന്നുണ്ട്. കൃഷിഭൂമി ഉള്ളവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് ലഭിക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ക്രയവിക്രയം ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് സാധിക്കും. പിന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ദുർഗാദേവി, ചോറ്റാനിക്കര അമ്മ, മൂകാംബിക ദേവി തുടങ്ങിയ അമ്മമാരെ പ്രാർത്ഥിച്ച പനച്ചിക്കൽ ഭഗവതി, അതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കോടിയർച്ചനയൊക്കെ നടക്കുകയാണ്. അവിടെയൊക്കെ പോയി ദർശനം നടത്താനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. ദീപം തെളിച്ച് പ്രാർത്ഥിക്കാനാണെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ കൊല്ലൂർ മൂകാംബികയിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ പറവൂർ ദക്ഷിണ മൂകാംബികയിൽ പോകാം. അതുപോലെ പനച്ചിക്കാട്ട് ദർശനം നടത്താം. തിരുവുള്ളക്കാവ് ധർമ്മശാസ്താ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയതിൻ്റെ ആ ഒരു വിവരണങ്ങളൊക്കെ ഒന്ന് കേട്ട് ആ വിവരണങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പ്രാർത്ഥനകൾ മെച്ചപ്പെടുത്താനായിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. അപ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരും. അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം ശാസ്താപ്രീതി കൂടി വരുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. രാശിനാഥനായ ബുധൻ വിദ്യാഗോപാല മന്ത്രം, അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തുളസിമാല ഒക്കെ ചാർത്തുമ്പോൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നന്നായി മനസ്സിരുത്തുന്നതിനും അത് വേണ്ടതുപോലെ പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്നതിനും സാധിക്കും. ദിവസം കൂടുതൽ സന്തോഷകരമായി തീരുവാൻ രാശിനാഥനായ ശ്രീരാമസ്വാമി ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുക. ദുർഗാദേവി സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുത. അതുപോലെ തന്നെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. 3 ഭാവത്തെ 21 ഭാവങ്ങളെയാണ് ദേവി മഹാത്മ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നതെങ്കിൽ ഈ 3 ഭാവത്തെങ്കിലും അമ്മ എന്ന് പറയുമ്പോൾ സർവമാണ്. അപ്പം തിങ്കളാഴ്ച ദിവസം അമ്മയുടെ ദിവസമാണ്. അപ്പം അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സരസ്വതീ ദേവിയായും പാർവതീ ദേവിയായും ദുർഗാദേവിയായും അതുപോലെ തന്നെ മഹാലക്ഷ്മി ഭാവത്തിലും അമ്മയെ പ്രാർത്ഥിക്കൂ. എല്ലാ മംഗളങ്ങളും വന്നു ചേരും, എല്ലാ വിജയവും ഉണ്ടാവും. കർക്കിടകം രാശി. കർക്കിടകൻ രാശിക്കാരുടെ രാശിനാഥനാണ് ദുർഗാദേവി, ചന്ദ്രമ്മ. അപ്പം ആ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദിവസം കൂടുതൽ ശോഭനമായി തീരും. കുടുംബ പരദേവതകളെ ആയിട്ടുണ്ട് അവർക്കൊക്കെ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. രാവിലെ കുളിക്കുമ്പോൾ മുതൽ അമ്മയുടെ ആ നാമം ഓർക്കുക. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ രൂപഭാവമൊക്കെ മനസ്സിൽ ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. ദിവസം പൂർണ്ണം ശോഭനമായി തീരും. വിവാഹാദി മംഗള കർമ്മസിദ്ധിയുണ്ട്. വസ്തു വാങ്ങുന്നതിനുള്ള യോഗമുണ്ട്. ഗ്രഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ടോക്കണൊക്കെ കൊടുക്കാനുള്ള സമയം വരും. അതുപോലെ തന്നെ ധനവും ധാന്യവും ഒക്കെ വർദ്ധിക്കുന്ന ചെറിയ രീതിയിൽ ചെറിയ ബിസിനസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ മറ്റുള്ളവരുടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ സഹായം കൊണ്ടോ ചിട്ടിയൊക്കെ ലഭിച്ചോ ധനവും ധാന്യവും ഒക്കെ വാങ്ങി സംഭരിക്കുന്നതിനുള്ള യോഗം കാണുന്നു. ധനം നമ്മളിൽ വന്നു ചേരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നു. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കാർഷിക മേഖലയിൽ നിന്ന് ധനം വന്നു ചേരും. ബന്ധുജന സമാഗമവും സന്താന സഹായവും പ്രതീക്ഷിക്കാം. സന്താനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു ഉന്മേഷം വരുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാം. രോഗാരിഷ്ടതകളൊക്കെ മാറി സന്തോഷം വന്നു ചേരും. വഞ്ചനകളിൽപ്പെട്ട് ധനനഷ്ടം
ആരെങ്കിലും അഭിനയിച്ച് വന്ന് പണമൊക്കെ കടം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആവശ്യം ശരിയാണോ എന്നറിഞ്ഞ് പണം ദാനം ചെയ്യുക, കടം കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. ഉത്രാടം നക്ഷത്രമാണ്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ക്ലേശങ്ങളും സ്വജന വിയോഗവും ഒക്കെ വരാതിരിക്കാനായിട്ട്. ദാമ്പത്യത്തിൽ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസവും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അല്പം വിഷമവും വരാനുള്ള സാധ്യതയും കൂടി മുന്നിൽ കണ്ട് കുട്ടികളുടെ ആ പഠനത്തിലുള്ള അലസതയൊക്കെ മാറുന്നതിന് വിദ്യാഗോപാല മന്ത്രമൊക്കെ പ്രാർത്ഥിച്ച് ദുർഗാദേവിയൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാ പരാജയ ഭീതിയും എല്ലാ അലസതയും മാറിക്കിട്ടും. രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ ആ ശത്രു ദോഷങ്ങളൊക്കെ മാറിയിട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞ മനസ്സോടെ ആസ്വദിക്കുന്നതിനുള്ള ഒരു ദിവസം വന്നു ചേരും. ആ ദിവസമാണ് 24/3/2025. ചിങ്ങക്കൂറ് ഏറ്റവും കണ്ടകശനി കാലമൊക്കെ ആയതുകൊണ്ട് അല്പം ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ചില കുടുംബത്തിൽ കുറച്ച് അലോരസങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ മാറുന്നതിന് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ സജ്ജന ബഹുമാന്യത വന്നു ചേരും. ഭൂമി വാങ്ങുന്നതിന്, ഗൃഹ നിർമ്മാണത്തിന്, അങ്ങനെ കുറേ കാലമായി വീടൊന്ന് വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള ഒരവസരം വന്നു ചേരുന്നതാണ്. നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളും ഒക്കെ വാങ്ങുന്നതിനുള്ള സാധ്യത വന്നു ചേരുന്നു. ബഹുമതികളും പുരസ്കാരങ്ങളും തേടിയെത്തും. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. സന്താന ഗുണം കിട്ടാനുള്ള യോഗമുണ്ട്. സന്താനങ്ങൾ ഇല്ലാതിരുന്നവർക്ക് സന്താന ലബ്ധിക്ക് വരെയുള്ള യോഗം കാണുന്ന ദിവസമാണ്. വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ഗുണം പ്രതീക്ഷിക്കാം. ജനപ്രീതിയും വരും. അതുപോലെ തന്നെ ജനപ്രീതി മാത്രമല്ല, ജനങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള നേതൃത്വ ഗുണമൊക്കെ ഉണ്ടാവും. അത് പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ഗുരുജനങ്ങളുമായിട്ട് എപ്പോഴും അഭിപ്രായത്തിൽ നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗപീഠകളെ അവഗണിക്കാതെ രോഗത്തിനാവശ്യമായ ഔഷധ സേവയൊക്കെ നടത്തി ദിവസം കൂടുതൽ ശോഭനമായി തീരുവാൻ പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയുടെയും ഉപാസനാമൂർത്തിയുടെയും ഒക്കെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അനുഗ്രഹത്തിനായി അപേക്ഷിക്കുക. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദേവതകളെ അവർ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കർമ്മങ്ങൾ ചെയ്യൂ. എല്ലാം മംഗളമായി ഭവിക്കും. കന്നിക്കൂറ് നൂതന ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ഉണ്ടായിരുന്ന വീട് ഒന്ന് പൊളിച്ച് പുതിയ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിനുള്ള ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ ഉദ്യോഗത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ചെറുതെങ്കിലും ഒരു ജോലിയിൽ നമുക്കൊരു ഇൻ്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു യോഗം കാണുന്നു. വിദേശയാത്രയ്ക്കുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം വന്നു ചേരും. വസ്തു, വാഹനം ഇതൊക്കെ വാങ്ങണമെന്നുള്ള അപേക്ഷ, അതിനൊക്കെയുള്ള ഒരു അപേക്ഷ ഭഗവതിയുടെ അടുത്ത് ദുർഗാദേവി വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. എല്ലാം തരുന്ന അമ്മയുടെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിക്കുവാനുള്ള ഒരു സമയമാണ്. വിളക്കൊക്കെ കത്തിച്ച് അമ്മയുടെ എല്ലാ ആവശ്യങ്ങളും അപേക്ഷിക്കുക. ആവശ്യങ്ങൾ പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യങ്ങൾ അമ്മ നടത്തിത്തരും. മൂകാംബിക ദേവി ഉത്സവമൊക്കെ കഴിഞ്ഞ് സന്തോഷിച്ച് തെളിഞ്ഞിരിക്കുന്ന സമയത്ത് അമ്മയോട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഉപാസനാമൂർത്തികളോട് അവരുടെ ഉപാസന നമ്മൾ മുടക്കം വരുത്താതെ ഉപാസനാമൂർത്തികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ജപവും പ്രാർത്ഥനയും തുടരുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ഏതൊന്നിലാണോ വിശ്വാസം, ആ വിശ്വാസത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യൂ. വിജയം സുനിശ്ചിതമാണ്. എപ്പോഴും ഗുരുജനങ്ങളെയും ഉപാസനാമൂർത്തിയെയും കുടുംബ പരദേവതയെയും മറക്കാതിരിക്കുക. അവരുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കും.
തുലാരാശി തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ നിന്ന് എന്തെങ്കിലും, അതുപോലെ തന്നെ ജല ഉത്ഭവങ്ങളിൽ നിന്ന്, ഇപ്പം ചിലർക്ക് വീടുകളിൽ തന്നെ മത്സ്യകൃഷി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ചെറിയ താമര വളർത്തിയിട്ട് അതിൽ നിന്നൊരു വരുമാനം എടുക്കുന്നവരുണ്ട്, ആമ്പൽ വളർത്തിയിട്ട് അതിൽ നിന്നൊരു വരുമാനം എടുക്കുന്നവരുണ്ട്, താമരയുടെയൊക്കെ ചെടികൾ വളർത്തി അത് വിപണനം ചെയ്യുന്നവരുണ്ട്. അപ്പം ഉത്ഭവങ്ങൾ, ജലത്തിൽ നിന്ന് കിട്ടുന്ന ഉത്ഭവങ്ങൾ, വെള്ളത്തിൽ വളരുന്ന ചെടികളായിക്കോട്ടെ മത്സ്യമായിക്കോട്ടെ, അതൊക്കെ വിപണനം ചെയ്ത് അല്പം ധനം വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള നിയമന ഉത്തരവ് ലഭിക്കുന്ന ദിവസമാണ്. അതുപോലെ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു ദിവസവും കൂടി വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഇനി മുമ്പ് അത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ നടത്തൂ. തീർച്ചയായും വിജയം വന്നു ചേരും. മൂകാംബി ദേവിയുടെ ചോറ്റാനിക്കര അമ്മയുടെയൊക്കെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. അമ്മയുടെ അനുഗ്രഹത്താൽ ദേവ പൂജകൾ, അതായത് ശരിക്കും ദേവന്മാരെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക. കുളിക്കുമ്പോൾ മുതൽ നമ്മുടെ ശരീരത്തെ അഭിഷേകം ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യത്തെ കപ്പ് വെള്ളം മേത്തേക്ക് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഷവർ ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിൽ നമ്മളെ തന്നെ സ്നാനം ചെയ്യുകയാണ്, നമ്മൾ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ മുതൽ മനസ്സിൽ പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. ആ ദിവസം ഏറ്റവും ശോഭനമായി തീരും. അതുപോലെ തുളസി ഉണ്ടെങ്കിൽ തുളസിക്ക് തീർത്ഥം ഒഴിക്കുക, വിളക്ക് കൊളുത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതൊക്കെ സാധിക്കാത്തവർക്ക്, ആരോഗ്യസ്ഥിതിയൊക്കെ അല്പം മോശമാണെങ്കിൽ മനസ്സുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാം. ഭഗവതി കൂടെയുണ്ട്. ദുർഗാദേവി എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്ന ആ അമ്മയുടെ അനുഗ്രഹത്തിനായി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു നാമം, ഏതെങ്കിലും ഒരു മന്ത്രം, ഓം നമഃ ശിവായ തന്നെ ഒരു 108 പ്രാവശ്യം ധ്യാനിച്ച്, ഒരു ചടങ്ങാക്കി എടുക്കാതെ 108 പ്രാവശ്യം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. അമ്മ എല്ലാ അനുഗ്രഹങ്ങളും തരും. എണ്ണിച്ചെല്ലാൻ പറ്റാത്തവർ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് 108 പ്രാവശ്യം. തിങ്കളാഴ്ചയല്ലേ, ഉമ്മയുടെയും മഹേശ്വരൻ്റെയും ദിവസമാണ്. പ്രണയ സാഫല്യത്തിന്, കുടുംബ സൗഭാഗ്യത്തിന്, ജീവിതം ശിവകുടുംബം പോലെ കുടുംബത്തിലെ എല്ലാ സൗഭാഗ്യവും നിലനിർത്തി കൊണ്ടുപോകാൻ പാർവതി ദേവിയെ പോലെ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ടാവാൻ, മക്കളെ നന്നായി പരിപാലിക്കുവാൻ, എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഈ തിങ്കളാഴ്ച പൂർണ്ണമായി അമ്മയെ തന്നെ സോമവാര വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് പോലും അനുഗ്രഹം ചെയ്യും. തീർച്ചയായും അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പ്രാർത്ഥനകൾ ചെയ്യൂ, ജപിക്കൂ, ഉപാസിക്കൂ. എല്ലാം നല്ലതുപോലെ നടക്കും. കർമ്മവും ചെയ്യുക. പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമല്ല, സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യുമ്പോൾ തീർച്ചയായും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. വൃശ്ചിക രാശി തീർത്ഥം ഒക്കെ, പുണ്യയാത്രയൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും ഒരു ബന്ധു വീട്ടിലോ ഒക്കെ യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അവിടെ പോവുകയോ അല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വരികയോ എന്തെങ്കിലും ബന്ധുജന സംഘമോ അല്ലെങ്കിൽ കുടുംബ സംഘമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവർ നല്ല ഒരു വിവരണം തയ്യാറാക്കി സൂക്ഷിച്ചു വയ്ക്കുന്നത്, കുട്ടികൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിന്, ദാമ്പത്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിന്, സന്താനങ്ങളുടെ ഗുണം വർദ്ധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുക. വാഹന ലാഭം, ആഗ്രഹിക്കുന്ന വാഹനം വാങ്ങുവാൻ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കണം. അതുപോലെ തന്നെ അതൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. കൃഷിയിൽ നിന്ന് അല്പം ലാഭം, വ്യവസായം ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് അല്പം ലാഭം, വിശേഷ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസം. അതുപോലെ വ്യാപാരം, ചെറുകിട വ്യാപാരം ആയിക്കൊള്ളട്ടെ, ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലുള്ള ഉൽപ്പന്നങ്ങളായാൽ പോലും അല്പമൊക്കെ ഒരു ക്രയവിക്രയം
ഒക്കെ ചെയ്ത് 10 പൈസ കയ്യിലുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഒക്കെ ഉണ്ടാക്കുന്ന പണം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. എല്ലാം നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ബഹുമതിയും അംഗീകാരവും ഒക്കെ വന്നു ചേരും. മാതൃജനങ്ങൾക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ളത് കൊണ്ട് മാതൃജന അരിഷ്ടത വരാതിരിക്കാനായിട്ട് അമ്മയോട് പൂർണ്ണമായും പ്രാർത്ഥിക്കൂ. ദേഹാസ്വസ്ഥതകളും വരാതിരിക്കട്ടെ. കണ്ടകശനി കാലമായതുകൊണ്ട് വീട്ടിൽ അല്പ അസ്വാസ്ഥ്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് കണ്ട് ഭയക്കാതെ അമ്മയിലേക്ക് എല്ലാം സമർപ്പിക്കൂ. സർവമംഗളകാരിയായ ചോറ്റാനിക്കര അമ്മ, അതുപോലെ മൂകാംബിക ദേവി, അവനവൻ്റെ പരദേവത, അവനവൻ്റെ വീടിനടുത്തുള്ള ദുർഗാദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുവാൻ ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ ജപിക്കുക. ദിവസം കൂടുതൽ ശോഭനമായി തീരും. സ്വജനവിരഹവും പതനഭയം, അതായത് ഉയരത്തിലെത്തിയിട്ട് വീഴ്ച ഒന്നും വരാതിരിക്കുവാൻ പ്രാർത്ഥിക്കൂ. അധിക ചെലവുകളൊക്കെ നിയന്ത്രിക്കൂ. ശത്രു ഇല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രവർത്തനമാവാം, നമ്മുടെ സംസാരമാവാം, അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. കളവ് പോവാതിരിക്കാനായി എല്ലാ സാധനങ്ങളെയും സൂക്ഷിച്ചു വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. വീടൊക്കെ നല്ലവണ്ണം ലോക്ക് ചെയ്ത് എപ്പോഴും ഒന്നുകൂടി ഉറപ്പ് വരുത്തി എല്ലാം ഭംഗിയായി സൂക്ഷിക്കുക. അമ്മയെ എല്ലാം ഏൽപ്പിക്കുക. ദുർഗാദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ, ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നല്ലതുപോലെ നടക്കും. അതിനു വേണ്ടി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി നടക്കട്ടെ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൽകീർത്തി, അതുപോലെ തന്നെ കൃഷിയിൽ നിന്നുള്ള ലാഭം, ചെറിയ വ്യാപാരങ്ങൾ കൊണ്ടുള്ള ലാഭം, അതുപോലെ അഭീഷ്ടകാര്യം, നമ്മുടെ മനസ്സിൽ ഒരു ഇഷ്ടമുണ്ട്, അത് കാര്യം സാധിച്ചെടുക്കുന്നതിനുള്ള അഭീഷ്ടകാര്യ സിദ്ധിയാണുള്ളത്. സുഹൃദ്ജനങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാം. വിവാഹ നിശ്ചയത്തിനാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിലൊരു വിവാഹ കാര്യ തീരുമാനങ്ങളുണ്ടാവാം. ഒരു പെണ്ണ് കാണലോ എന്തെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഊർജ്ജസ്വലതയും അതുപോലെ തന്നെ രോഗമൊക്കെ മാറി കാര്യനിർവഹണത്തിന് കുറച്ചുകൂടെ ഉണർവോടെ ഉന്മേഷത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആർജവം വന്നു ചേരും. രോഗശാന്തി വരും. ജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന്, പൊതുജന വിരോധത്തിന് പാത്രമാവാതിരിക്കുക. ഇപ്പോൾ ഒരു വേസ്റ്റ് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തൊക്കെ വെച്ചാൽ അതുപോലും ഒരു വലിയ വിപ്ലവത്തിന് കാരണമായേക്കാം. അപ്പം എല്ലാം അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുമ്പോൾ, വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുമ്പോൾ, പരദേവതയുടെയും അതുപോലെ ഉപാസനാമൂർത്തിയുടെയും ഒക്കെ അനുഗ്രഹത്തിനായി കഴിയുമെങ്കിൽ ഒരു 108 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. ദുർഗാദേവിയെ അമ്മയായി തന്നെ കണ്ട് പ്രാർത്ഥിക്കൂ. ദിവസം കൂടുതൽ ശോഭനമായി തീരും. വെളുത്ത വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നവർ, ക്രീം കളർ വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നവർ അത് ധരിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കൂ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം വരാനുള്ള, കഷ്ടവും നഷ്ടവും ഒക്കെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിനായി രാശിനാഥനായ ശരിക്ക് സ്വാമിയെ, വിഷ്ണുമായ സ്വാമിയെ, ഹനുമാൻ സ്വാമിയെ, ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കാർഷിക മേഖലയിലുള്ളവർക്കൊക്കെ അല്പം ലാഭം പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകളൊക്കെ വേണ്ടിവരാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഏറ്റവും അനുകൂലമാക്കി തീർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. എല്ലാം മുൻകൂട്ടി എഴുതി തയ്യാറാക്കി പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുക. ഏത് പ്രോജക്റ്റ് റിപ്പോർട്ടുകളും സമർപ്പിക്കുമ്പോൾ വ്യക്തമായി പഠനത്തിന് ശേഷം അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നല്ലത് നടത്തിയതിന് ശേഷം മാത്രം അവതരണത്തിന് ശ്രമിക്കുക.
അല്പം പാളിച്ച വരുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ. കർമ്മസിദ്ധിയുണ്ട്. ആ കർമ്മസിദ്ധി പ്രയോജനപ്പെടുത്തുക. ബന്ധുജനങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കൂടെയുള്ള സഹോദരി സഹോദരന്മാരുടെ സഹായം പ്രതീക്ഷിക്കാം. സ്ഥാനചലനങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കായിക രംഗത്തുള്ളവർക്ക് വിജയപ്രാപ്തിയോടൊപ്പം തന്നെ ചില പ്രതിബന്ധങ്ങളും വരാം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഓരോ പ്രശ്നങ്ങളെയും വളരെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് സമയമെടുത്ത് വിശകലനം ചെയ്ത് മുന്നോട്ട് പോവും. ഒരിക്കൽ സംഭവിച്ച തെറ്റുകൾ വീണ്ടും വീണ്ടും വരാതിരിക്കാൻ പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ചിട്ടപ്പെടുത്തി വയ്ക്കുന്നത്, മനസ്സിൽ വേണ്ടാത്ത ദുഷ്ചിന്തകളൊക്കെ ഒഴിവാക്കുന്നതിനായി ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. നമഃശിവായ ജപിക്കുക. ഉമയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിളക്ക് തെളിച്ച് മനസ്സ് പൂജ ചെയ്യുമ്പോൾ എല്ലാ അനുഗ്രഹവും വന്നു ചേരും. തീർച്ചയായിട്ടും ദിവസം ഏറ്റവും നല്ല എല്ലാ ദോഷങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദുർഗാദേവി ശരണം. അഹം പ്രപദ്യേ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹസുഖം, അതുപോലെ ബന്ധുമിത്രങ്ങളിൽ നിന്ന് അവരുടെ സമാഗമത്തിന് ശേഷമുള്ള ഒരു വിലയിരുത്തലൊക്കെ നടത്തുന്ന ദിവസമാണ്. കർമ്മസിദ്ധി വരുന്ന ദിവസമാണ്. വസ്തുവും വാഹനവും ഒക്കെ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചനകൾ ഉണ്ടാകുന്ന ദിവസമാണ്. ദൂരദേശ യാത്രകൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ദിവസമാണ്. വ്യാപാരം, കൃഷി മുതലായവയിൽ നിന്ന് അല്പം ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക പരാധീനതകൾ വരുമ്പോൾ അതിനെ ഒരു കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് പോരായ്മകൾ എവിടെയാണോ ആ ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾ താല്പര്യം വരുന്നതിനായി ദുർഗാദേവിയെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പരദേവതയുടെ അനുഗ്രഹത്താൽ, ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ശോഭനമായി തീരും. പരാജയഭീതിയൊക്കെ ഒഴിവാക്കി കായിക രംഗങ്ങളിലുള്ള പ്രവർത്തന തടസ്സങ്ങളൊക്കെ മാറി രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള ജനവിരോധത്തെയൊക്കെ മറികടന്നുകൊണ്ട് കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ ആർജവത്തോടെ, കർമ്മനിരതയോടെ പ്രവർത്തിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. അനുകൂല സാഹചര്യം തെളിഞ്ഞു വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകൂ. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്നതാണ്. ഈ അനുഗ്രഹപ്രാപ്തിക്കായി സർവമംഗളമംഗല്യേ ശിവേ എന്ന ശ്ലോകം ചൊല്ലുന്നതോടൊപ്പം തന്നെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ എന്ന് പ്രാർത്ഥിക്കുന്നത്, ഓം നമഃ ശിവായ ജപിക്കുന്നത്, ഉപാസനാമൂർത്തിയെ ഉപാസനാ ബലം കൂട്ടുന്നതൊക്കെ കൂടുതൽ ശോഭനമായ ഒരു ദിവസം നമുക്ക് സമ്പാദിക്കുന്നതിന് നൽകുന്നതിന് സാധിക്കും. തീർച്ചയായും എല്ലാ മംഗളങ്ങളും ഭവിക്കും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7ര ശനിയുടെ കാലമാണ്. ശിരസിൽ രാഹു കേതു നിൽക്കുന്ന സമയമാണ്. ബുധനും ശുക്രനും യോഗം ചെയ്തിരിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ സൂര്യൻ രാശിയിൽ തന്നെ നിൽക്കുന്ന ദിവസമാണ്. പൊതുവേ 4 ഗ്രഹങ്ങൾ പിന്നെ ഉള്ള ദിവസമായതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങളുടെയും ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതിനായി ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളുടെ ജനങ്ങളുമായിട്ടുള്ള ഒരു സംയോഗം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനിണങ്ങിയവരുമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെയുള്ള ഒരവസരം വന്നു ചേരുന്ന ദിവസമാണ്. നല്ല ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. ജോലിയിൽ ഇരിക്കുന്നവർക്ക് അവരുടെ മനസ്സിനിണങ്ങിയ വിധത്തിൽ ജോലി ചെയ്ത് അവരുടെ കഴിവ് തെളിയിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. സന്താന ഗുണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും വന്നു ചേരുന്നതാണ്. വിദേശയാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യുവാനുള്ള ഒരു ദിവസവുമാണ്. ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. വസ്തുവാഹനങ്ങളിൽ, ഇപ്പം റിയൽ എസ്റ്റേറ്റ്
വീട്ടുകാർക്കോ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കച്ചവടമോ ഒരു വാടക ചീട്ടെങ്കിലും തയ്യാറാക്കി അതിൽ നിന്ന് പണം വരുന്നതിനുള്ള സാധ്യത വന്നു ചേരും. കൂട്ടു സംരംഭങ്ങളിൽ അല്പം വിജയം പ്രതീക്ഷിക്കാം. കൃഷിയിൽ നിന്നും അല്പം, ഇപ്പം എന്ത് തരത്തിലുള്ള കൃഷിയാണെങ്കിലും അല്പം ധനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. ചെറുകിട കച്ചവടമാണെങ്കിൽ പോലും കച്ചവടത്തിലും അല്പം മേന്മകൾ പ്രതീക്ഷിക്കാം. ഉന്നത പഠനത്തിനുള്ള അവസരം കുട്ടികൾക്ക് വന്നു ചേരും. ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നടത്തി പഠനത്തിൽ മികവ് പുലർത്തുവാനുള്ള സാഹചര്യം വന്നു ചേരും. കായിക രംഗങ്ങളിൽ അവനവൻ്റെ വ്യക്തിമുദ്ര പ്രകടിപ്പിക്കാനുള്ള ഒരവസരം വന്നു ചേരും. ആ അവസരങ്ങൾ വീണ് കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, രാശിനാഥനായ വ്യാഴത്തിൻ്റെ ഗുരുക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരു ശുഭദിനം 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഉപാസനാമൂർത്തിയുടെ ഉപാസനാ ബലം ഒരു ഓം നമഃ ശിവായ പോലും 108 പ്രാവശ്യം ജപിക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു ശക്തി തന്നെയാണ്. അപ്പം അതിന് നമ്മളുടെ സമയം ചിലവഴിക്കൂ. തീർച്ചയായും എല്ലാവർക്കും എല്ലാം ശുഭമായി തീരും എന്ന് വിശ്വസിക്കുക. നന്ദി, നമസ്കാരം.